ആരോഗ്യമേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. PM ശ്രീ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് സ്കൂൾ കുട്ടികൾക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ വെറും വാദപ്രതിവാദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള PM ശ്രീ പദ്ധതി ഇതിനോടകം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയിട്ടുള്ളതാണെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു. ഈ പദ്ധതി കേരളത്തിലും നടപ്പാക്കിയാൽ അത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കാണ് ഏറെ ഗുണം ചെയ്യുക. എന്നാൽ പദ്ധതി നടപ്പാക്കുന്നതിനായുള്ള ഔദ്യോഗിക കരാറിൽ കേരളം ഒപ്പിട്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് തനിക്ക് കൃത്യമായ അറിവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് LDFും UDFും ചേർന്ന് തീർക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുഞ്ഞുങ്ങൾക്കാണ് ഗുണം, കോൺഗ്രസ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ BJP ഗവൺമെന്റിനോ അല്ല. ഇത് ഒരു ദേശീയ നയം പ്രഖ്യാപിച്ചു, അത് മിക്കവാറും സംസ്ഥാനങ്ങളിലെല്ലാം അത് നടപ്പിലായി. ഇവിടെയും അത് ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്ന വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ ഇതൊന്നും ബാധിക്കും. ആ തരത്തിൽ മുഖ്യമന്ത്രി ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്, നല്ല കാര്യം. ഈ PM ശ്രീ പദ്ധതി LDFിന്റെ കാലത്ത് ഒപ്പിട്ട അതാണ് അല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ വകുപ്പ്. പക്ഷെ ഞാൻ പറയുന്നു, ഈ ഒപ്പിട്ടു ഒപ്പിട്ടില്ല, ഓൾറെഡി ഇത് തുടങ്ങിക്കഴിഞ്ഞു, എഗ്രിമെൻ്റ് ആയി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അവർ തങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെങ്കിലും അവർ തങ്ങളിൽ അത് തീർന്നു. ഞങ്ങൾ പറഞ്ഞു വഖഫ് നിയമങ്ങൾ എടുത്ത് ചവിട്ടി താഴ്ത്തുമെന്ന് പറഞ്ഞു. അത് അവിടുത്തെ ജനങ്ങൾ ചെയ്തു. ഇത് സംഘിക്കണം ഏതൊക്കെ രീതിയിൽ അത് ചവിട്ടി താഴ്ത്തപ്പെടുമെന്നാണ് ഈ ഇപ്പൊ ഭരണം വന്നൊരു മാസം ആവുമ്പോഴാണ് എയിംസിന് സജീവമാക്കേണ്ടതല്ലേ? എന്താ അവരെന്തെങ്കിലും അന്ന് വന്നിട്ടില്ല. അത് ഞാൻ അന്ന് പറഞ്ഞു വ്യക്തമായി. മുരളിച്ചേട്ടൻ പറഞ്ഞതിനകത്തും ഒരു ചെറിയ അപാകതയുണ്ട്. എവിടെ വേണമെങ്കിലും തരാം, നിങ്ങൾ ഞാൻ അനൗൺസ് ചെയ്തോ, അങ്ങനല്ല. ഇത് ഒഫീഷ്യലായിട്ട് കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ, ഇവിടുത്തെ ചീഫ് സെക്രട്ടറി, കേന്ദ്ര ഇത് ആരാണോ ഇത് നിർവഹിക്കുന്നത് ആ കമ്മിറ്റിയിലേക്ക് അങ്ങനെയുള്ള 5 സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അത് 5 ജില്ലയായാൽ നല്ലത്. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു പ്രദേശത്തിന് എങ്ങനെ വികസനം പുതുതായി വരുന്നു എന്ന ഒരു വാല്യൂ ആഡ് കമ്പണൻറ്റ് കൂടി പരിശോധിച്ചുകൊണ്ട് ആ സ്ഥലങ്ങൾ അവിടെ പ്രപ്പോസ് ചെയ്താൽ അവിടെയാണ് പിന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ചയ്ക്ക് ശേഷം ഈ സ്ഥലം നിശ്ചയിക്കപ്പെടുന്നത്. അതല്ലാതെ ഇത് നമുക്ക് തെരുവ് കച്ചവടം പോലെ 5 സ്ഥലങ്ങൾ നമ്മൾ എടുത്തു അങ്ങനെ പറയാനൊക്കത്തില്ല. You are watching VCV News.